ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില ദിവസം ഞാൻ നിങ്ങളോട് കഥ പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, അത്രയും നല്ലൊരു കിടിലൻ കഥ നിങ്ങളോട് പറയാൻ പോകുമ്പോൾ അതിന്റെ ആ ഒരു ത്രില്ല് എന്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് തരാം, ഒരു വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ കഥ. സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു രീതി അത് കുറച്ചധികം വ്യത്യസ്തമാണ്. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഈ സിനിമ കാണും. അതായത് വല്ലാത്തൊരു ദുരൂഹതയും മിസ്റ്ററിയും പിന്നെ അവസാനം ഈ കഥ കൊണ്ടുപോയി തീർക്കുന്ന ആ ഒരു സിറ്റുവേഷനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും. 2 വാക്കിൽ ഈ സിനിമയെ കുറിച്ച് പറയാം. അതായത് അർദ്ധരാത്രിയിൽ 2:17 ഒരു ടൗണിലെ 17 കുട്ടികളെ ഒറ്റയടിക്ക് കാണാതാവുകയാണ്. അതിന്റെ രഹസ്യം തേടി പോകുന്ന ഒരു ടീച്ചറും പിന്നെ ആ നാട്ടിലെ ചില ആൾക്കാരും. ഈ ആളുകളിലൂടെയാണ് ഈ സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ പോകല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു സ്ത്രീയുടെ വോയിസ് ഓവറിലൂടെയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങളുടെ ഈ ഒരു ടൗണിൽ ഒരുപാട് മരണങ്ങളും പേടിപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും വാർത്തയിലൊന്നും വന്നിട്ടില്ല. അതിന് കാരണക്കാർ ഈ നാട്ടിലെ പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരുമാണ്. അവര് തന്നെയാണ് ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും ആരംഭം അന്ന് ആ സ്കൂളിൽ വെച്ചാണ്. ബുധനാഴ്ച ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ അവരുടെ ക്ലാസ്സിലേക്ക് പോവാണ്. എന്നാൽ ക്ലാസ്സിലേക്ക് പോയ ആ ഒരു ടീച്ചർ ജസ്റ്റിൻ ആകെ കണ്ടത് ഒരൊറ്റ കുട്ടിയെ മാത്രമാണ്. ബാക്കിയുള്ള 17 കുട്ടികളും ആബ്സെന്റ് ആണ്. ഇതെന്താണ് കാര്യമെന്ന് ജസ്റ്റിൻ അന്വേഷിച്ച സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഇന്നലെ രാത്രി കൃത്യം 2:17 ഈ ആബ്സെന്റ് ആയ 17 കുട്ടികളും അവരുടെ വീട്ടിൽ നിന്നും രാത്രി 2:17 വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ സമയത്ത് അവരെല്ലാം അവരുടെ കൈ ഒരു പ്രത്യേക രീതിയിൽ, അതായത് പറക്കുന്നത് പോലെ കൈ വിരിച്ചു വെച്ചാണ് ഓടിയത്. അതുപോലെ തന്നെ പോലീസുകാർക്ക് എങ്ങനെയായിരിക്കും കുട്ടികൾ 2:17 തന്നെയാണ് ഇതുപോലെ ഓടിയത് എന്ന് മനസ്സിലായത്? കാരണം എല്ലാ കുട്ടികളും അവരുടെ വീട്ടിൽ 2:17 അലാറം വെച്ചിട്ട് ആ സമയത്താണ് ഇറങ്ങി ഓടിയിരിക്കുന്നത്. പിന്നീട് നാട്ടുകാരും പോലീസുകാരും എല്ലാവരും കൂടെ കുട്ടികളെ തപ്പിയെങ്കിലും ഒരു കുട്ടിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് വ്യക്തമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത്. കുട്ടികൾ ഇങ്ങനെ രാത്രി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ CCTV വിഷ്വൽ ഉണ്ടാവുമല്ലോ. CCTV വിഷ്വൽ മുഴുവൻ പരിശോധിച്ചു നോക്കി. ഈ പറഞ്ഞതുപോലെ തന്നെ 2 കൈയും നിവർത്തിക്കൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞുള്ള CCTV വിഷ്വൽ ഒന്നും പോലീസുകാർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ആ ക്ലാസ് റൂമിൽ ആകെ ബാക്കിയുള്ളത് ലിലി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. സോ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ലിലിന് പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. പിന്നീട് ആ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ജസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. ജസ്റ്റിനും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും ഇതിനുശേഷം കിൻഡർ ഗാർഡൻ ആ ഒരു സ്കൂളിൽ ഒരു മീറ്റിംഗ് വെക്കുകയാണ്. കാണാതായ ഈ കുട്ടികളുണ്ടല്ലോ, ഇവരുടെ എല്ലാം പാരന്റ്സ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കുട്ടികൾ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അവരുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ജസ്റ്റിൻ തന്നെയായിരിക്കും. എന്നാൽ ജസ്റ്റിൻ വന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? കുട്ടികളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എനിക്ക് എന്താ ബന്ധം? എനിക്ക് അതുകൊണ്ട് എന്താ നേട്ടം? പക്ഷേ ജസ്റ്റിൻ പറയുന്നത് ആരും കണക്കാക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ചും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആർച്ചർ എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. നീ തന്നെയാ കാരണക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് സിറ്റുവേഷൻ കുറച്ച് മോശമാകും എന്ന് തോന്നിയപ്പോൾ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പോലീസുകാരും ചേർന്ന് നമ്മുടെ ജസ്റ്റിനെ അവളുടെ കാറിലേക്ക് ആക്കി കൊടുക്കുകയാണ്. സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയണം. ഇനിയാണ് ശരിക്കും ഈ ഒരു സിനിമ മറ്റൊരു രീതിയിൽ നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഒരു 6ഓളം ക്യാരക്ടേഴ്സ്. ഇനി വരാൻ പോകുന്ന ഈ ദിവസം ഈ 6ഓളം പേരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ പോവാണ്. അവസാനം എല്ലാം കൂടി ഒന്നിലേക്ക് തന്നെ വരും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ജസ്റ്റിൻ അവളുടെ വ്യൂ പോയിന്റിൽ കാണിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ജസ്റ്റിൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അന്ന് രാത്രി കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആ വിളിച്ച ആള് പറയാണ്, നിങ്ങളെ ഇന്ന് രാത്രി ഒരാൾ ഫോളോ ചെയ്യും, ഒന്ന് സൂക്ഷിച്ചോ. പെട്ടെന്ന് കോള് കെട്ടിയാണ്. ഇങ്ങനെ ഒരു കോള് വന്നാൽ ആരായാലും ഒന്ന് പേടിച്ചു പോയല്ലോ. ജസ്റ്റിൻ നന്നായിട്ട് പേടിച്ചു. അവളിപ്പോ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. വേഗം തന്നെ കാറ് കയറുകയാണ്. കാറ് കയറി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ വീടിന്റെ അവിടെ എത്തിയ സമയത്ത് ഒരു 2 ആൾക്കാർ ഇരുട്ടിൽ നിന്ന് നടന്നു വരുന്നതായിട്ട് ജസ്റ്റിന് തോന്നി. ഭയന്നു പോയ ജസ്റ്റിൻ വേഗം തന്നെ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് വിളിക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് നോക്കിയ സമയത്ത് ആ വന്ന 2 ആൾക്കാരും റോഡിലൂടെ നോർമലായിട്ട് നടന്നു പോവാണ്. അതായത് ആ വന്ന ആൾക്കാര് അവളെ ഫോളോ ചെയ്തൊന്നുമല്ല. പിന്നീട് വല്ലാതെ ടെൻഷൻ ആയപ്പോ 2 ഡ്രിങ്ക്സ് കഴിക്കാന്ന് കരുതിയിട്ട് കഴിക്കാൻ നിൽക്കുമ്പോൾ ആരോ ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. എന്നാൽ ജസ്റ്റിൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് യാതൊരു മറുപടിയില്ല. വീണ്ടും അവൾ ചോദിച്ചു. എന്നാൽ വാതിൽ തട്ടുകയല്ലാതെ ആരും മറുപടി പറയുന്നില്ല. ജസ്റ്റിനാകെ ദേഷ്യം വന്നു. ആഹാ, കുറെ ദിവസമായി എല്ലാം കൂടെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ആ ഒരു മെഷീൻ എടുത്ത് അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുറത്ത് ആരുമില്ല. എന്നാൽ അവളുടെ കാറിൽ ആരോ ഈ സ്പ്രേ പെയിന്റ് കൊണ്ട് എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒരു മന്ത്രവാദി അടി എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ടെൻഷനായി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അവളുടെ കാറിൽ എഴുതിയ ആ ഒരു എഴുത്തെല്ലാം മായ്ച്ചു കളയാൻ നോക്കുന്നുണ്ടെങ്കിലും മാഞ്ഞു പോകുന്നില്ല. പിന്നീട് ജസ്റ്റിൻ ഈ ഒരു കാര്യം ചെന്ന് പ്രിൻസിപ്പാളോട് പറയുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, കാണാതായ കുട്ടികളുടെ അച്ഛനമ്മമാര് ഭയങ്കര ദേഷ്യത്തിലാണ്. ചിലപ്പോ അവരിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ടൈമിൽ നീ ഒരു വെക്കേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ജസ്റ്റിൻ പറഞ്ഞു, സാറേ വെക്കേഷൻ എടുക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. കാരണം ക്ലാസ് എടുക്കാതെ എനിക്ക് പറ്റില്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കുട്ടി അവിടെ ഉണ്ടല്ലോ, ലിലിയൻ, അവനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളാന്ന് പറയണം. അപ്പൊ പ്രിൻസിപ്പൾ പറയണം, ഏയ് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ടേ. ഉള്ള പോലീസുകാർ മുഴുവൻ വന്ന് അവനോട് എന്തൊക്കെയോ ചോദിച്ച് കുട്ടി ആകെ ഒരു വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് നീ ആയിട്ട് പോയിട്ട് ഇനി അവനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്ന് പറയാം. ശരി, ഞാൻ എന്തായാലും അവനോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിൻ പുറത്തേക്ക്
വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാണാതായ കുട്ടികളുടെ അച്ഛനമ്മമാര് എന്തോ ഒരു മന്ത്രവാദിയെ നോക്കുന്നത് പോലെയാണ് ജസ്റ്റിനെ നോക്കുന്നത്. എന്തുകൊണ്ട് അവരിങ്ങനെ ജസ്റ്റിനോട് പെരുമാറുന്നേ അറിയില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇപ്പൊ കാറിൽ വന്നിരുന്ന് കരയാണ്. അതുപോലെ തന്നെ അവളുടെ കാറിൽ ആരോ എഴുതി വെച്ചല്ലോ, അത് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പോലീസുകാർ അത് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പോൾ എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. ഇയാളെ കണ്ടപ്പോഴാണ് ജസ്റ്റിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നത് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ റിലേഷനിലാണ്. ഈവനിങ് ആയ സമയത്ത് ഒരു പബ്ബിൽ വെച്ച് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. കാറിൽ ഇങ്ങനെ ഓരോന്ന് ആരോ ചെയ്തു വെച്ച കാര്യമൊക്കെ ജസ്റ്റിൻ ഇപ്പൊ ആ ഒരു പോലീസുകാരനോട് പറയാണ്. മാത്രമല്ല അന്നേ ദിവസം രാത്രി രണ്ടുപേരും കൂടെ ജസ്റ്റിന്റെ വീട്ടിലേക്ക് പോയി നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പോളിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റിൻ തന്നെ പോവാണ്. ആ പോകുന്ന സമയത്ത് ജസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, പോളെ എന്തായി കേസ് അന്വേഷണം, ആ 17 കുട്ടികളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റിൻ ചോദിച്ചപ്പോൾ പോള് പറയാണ്, ദയവ് ചെയ്ത് ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് നീ ഒന്നും അറിയണ്ട, ഈ കേസിലേക്ക് ഇടപെടാനും വരണ്ട. കാരണം അറിയാലോ, എല്ലാ മാതാപിതാക്കൾക്കും നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ തന്നെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടെന്ന് പറയാം. അതായത് കാണാതായ ഈ 17 കുട്ടികളുടെ കാര്യത്തിൽ അവൾ ഇടപെടാൻ നിൽക്കണ്ടെന്നാ പറയുന്നത്. എന്തായാലും ഇതിനുശേഷം ജസ്റ്റിൻ നേരെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോഴേക്കും കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ക്ലാസ്സിൽ ഒരേ ഒരാൾ മാത്രം ബാക്കിയായെന്ന് പറഞ്ഞില്ലേ, ലിലി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ, അവനുണ്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നു. അതിൽ എന്തോ ഒരു പന്തികേട് കണ്ട ജസ്റ്റിൻ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് വന്നാലും വരുന്നോടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി ജസ്റ്റിൻ പോയിട്ട് വാതിൽ തട്ടുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. യാതൊരു മറുപടിയില്ല. ജനലിൽ തട്ടി നോക്കി, എന്നിട്ടും ആരും വന്ന് തുറക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ജസ്റ്റിൻ ശ്രദ്ധിച്ചു, ഈ ജനലുകൾ മുഴുവനും ന്യൂസ് പേപ്പർ വെച്ച് ആരും ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. വീടിന് ചുറ്റും പിന്നീട് ജസ്റ്റിൻ നടന്നു നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു വിടവ് കാണുകയാണ്. ആ വിടവിന്റെ ഉള്ളിലൂടെ ജസ്റ്റിൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവളാകെ ഞെട്ടിപ്പോയി. ലിലി എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ അച്ഛനും അമ്മയും ഒരു പ്രേതത്തിനെ പോലെ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്നത്, അനങ്ങാതെ വെറും ശില്പം പോലെ. ഇത് കണ്ട് വല്ലാണ്ട് പേടിച്ചു പോയ ജസ്റ്റിൻ വേഗം തന്നെ അവിടുന്ന് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് പ്രിൻസിപ്പളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൾ ഭയങ്കര ദേഷ്യത്തിലാണ്. നീ ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയത്? ഞാൻ പറഞ്ഞല്ല അവനോട് സംസാരിക്കാൻ വരെ നിൽക്കണ്ടെന്ന്. ജസ്റ്റിനെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഇനി എന്തായാലും എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ജസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, പ്രിൻസിപ്പളെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് ഒരു വല്ലാത്ത രീതിയിലിരിക്കുന്ന ആ ചെക്കന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ വീട് മുഴുവനായിട്ടും പേപ്പർ വെച്ച് മറിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നില്ലേ നിങ്ങൾക്ക്? ആ സമയത്ത് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അതൊന്നും നീ നോക്കണ്ട, തൽക്കാലം നീ അവിടെ നിന്ന് മാറി നിൽക്ക്. ഇതിനുശേഷം ജസ്റ്റിൻ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, പ്രാന്തിയെ പോലെ വന്ന് അവളെ തള്ളിയിട്ട് ഉപദ്രവിക്കുകയാണ്. ആ സ്ത്രീ അത് മറ്റാരുമല്ല, ഇന്നലെ ഒരു പോലീസുകാരനുമായിട്ട് അവൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, പോള്. ആ പോളിന്റെ ഭാര്യയാണ്. ആ സ്ത്രീ വന്നിട്ട് നമ്മുടെ ജസ്റ്റിനെ പോലെ തെറിയും തല്ലും. നിന്റെ കഴപ്പ് തീർക്കാൻ എന്റെ കെട്ടിയവനെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെറിയും പറയുന്നുണ്ട്. മാത്രമല്ല ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനും നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ടാണ് ആ സ്ത്രീയെ പിടിച്ചു മാറ്റുന്നത്. പാവം ജസ്റ്റിൻ ഓൾറെഡി ഓരോ പ്രശ്നത്തിലാണ്. അതിന്റെ പുറമെ ഇതുകൂടി ആയപ്പോൾ വല്ലാതെ മെന്റലി അവൾ തകർന്നു പോവാണ്. പിന്നീട് പതിയെ പതിയെ ഒരു മയക്കത്തിലേക്ക് ജസ്റ്റിൻ പോകുന്നുണ്ട്. ആ നേരത്ത് അവളൊരു സ്വപ്നം കാണുകയാണ്. രാത്രിയിൽ ചില ഫയലുകൾ എടുത്ത് അവൾ അവളുടെ സ്കൂളിലേക്ക് പോവാണ്. പിന്നീട് ക്ലാസ് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ക്ലാസ് റൂമിലുണ്ട്. എന്നാൽ എല്ലാവരും തല അവരുടെ ആ ഒരു ടേബിളിൽ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ മാത്രം, അതായത് ലിലിയൻ, അവന്റെ മുഖത്ത് ഒരു പ്രത്യേക രീതിയിൽ കളറെല്ലാം തേച്ച് പീഡിപ്പിക്കുന്ന രീതിയിൽ ജസ്റ്റിനെ നോക്കി ചിരിക്കുകയാണ്. ആകെ പേടിച്ചു പോയ ജസ്റ്റിൻ മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഭീകരമായ മുഖമുള്ള ഒരു മുത്തശ്ശിയെ കാണുകയാണ്. പെട്ടെന്നാണ് അവൾ ആ ഒരു ഉറക്കത്തുനിന്ന് ചാടി എഴുന്നേൽക്കുന്നത്. സ്വപ്നമാണെന്നറിയാം, എന്നാലും എന്തോ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വല്ലാത്തൊരു സ്വപ്നമല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജസ്റ്റിൻ ഇപ്പൊ നേരെ പോകുന്നത് സ്കൂളിലേക്ക് പോകുന്ന ലിലിയനെ കാണാനാണ്. എന്താ മോനെ, സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ ലിലിയൻ മറുപടി കൊടുക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്, എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ലിലിയൻ അവന്റെ വീട്ടിൽ പോയി കയറിയിരിക്കുകയാണ്. പിന്നാലെ ചെന്ന് ജസ്റ്റിൻ വാതിൽ തട്ടിയെങ്കിലും ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല. അപ്പൊ അതിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയ ജസ്റ്റിൻ തീരുമാനിക്കുകയാണ്, എന്തായാലും ഈ പയ്യനെ ഒന്ന് ഫോളോ ചെയ്യണം, എന്തോ ഒരു കാര്യം ഇവൻ മറയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ആ ഒരു കാറിൽ ഇരുന്ന് അവസാനം രാത്രിയായപ്പോൾ അവളങ്ങോട്ട് ഉറങ്ങി പോവാണ് കേട്ടോ. ഉറങ്ങിയ സമയത്ത് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവര് നേരെ വരുന്നത് കിടന്നുറങ്ങുന്ന നമ്മുടെ ജസ്റ്റിന്റെ അടുത്തേക്കാണ്. കയ്യിൽ എന്തോ ഒരു വടി പോലെ എന്തോ ഒന്നുണ്ട്, അതുപോലെ ഒരു കത്രികയും. എന്നാൽ അത് വെച്ച് നമ്മുടെ ജസ്റ്റിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, പകരം അവളുടെ തലയിൽ നിന്നും ഒരു കഷ്ണം മുടി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജസ്റ്റിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മറ്റൊരാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ ഇയാളുടെ പേരാണ് ആർച്ചർ ഇപ്പോൾ ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കാണ്. എഴുന്നേറ്റപാട് തന്നെ മോന്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കി കുറെ നേരം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം ആ കാണാതായ 17 കുട്ടികളിൽ ഒരാള് ഇയാളുടെ മോനാണ്. മാത്രമല്ല അന്ന് രാത്രിയിൽ ആ കുട്ടി ഇവിടുന്ന് ഇറങ്ങി ഓടിയല്ലോ, അതിന്റെ ആ ഒരു CCTV വിഷ്വലൊക്കെ എന്തിനാണെന്ന് അറിയില്ല കുറെ തവണ റിപ്പീറ്റ് ആയി ഇങ്ങനെ കാണുന്നുണ്ട്. അതിലൂടെ വല്ല ക്ലൂ എങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല അന്ന് ആ ഒരു സ്കൂളിൽ വെച്ച് ഒരുപാട് മാതാപിതാക്കൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ജസ്റ്റിനെ എല്ലാവരും ചീത്ത പറഞ്ഞല്ലോ. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ഈ ഒരു ആർച്ചർ. ഇയാൾ പറയുന്നത് ഈ ജസ്റ്റിൻ ഒരു മന്ത്രവാദിയാണ്, അവള് കാരണമാണ് കുട്ടികൾ കാണാതായത് എന്നൊക്കെയാ. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റിൻ വീട്ടിലേക്ക് പോയല്ലോ, അന്ന് അവളെ ഫോളോ ചെയ്തത് ഈ ആർച്ചർ തന്നെയാണ്. പിന്നീട് രാത്രിയിൽ ആ ഒരു സ്പ്രേ പെയിന്റ് കൊണ്ട്
അവളുടെ കാറിൽ മന്ത്രവാദിനി എന്ന് എഴുതിയതും ഇയാൾ തന്നെയാണ്. അപ്പൊ അതെല്ലാം എഴുതി കഴിഞ്ഞ് നേരെ ഈ ആർച്ചർ അയാളുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് കിടന്നുറങ്ങുകയാണ്. വല്ലാത്തൊരു മാനസിക വിഷമം അയാളുടെ ഉള്ളിലുണ്ട് കേട്ടോ. ആ നേരത്താണ് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം ഈ ഒരു ആർച്ചർ കേൾക്കുന്നത്. പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ വാതിലിന്റെ അരികിലായിട്ട് തന്നെ അയാളുടെ മകനായിട്ടുള്ള മാത്യു നിൽക്കുന്നുണ്ട്. മാത്യു ഇപ്പോൾ അച്ഛനെ കണ്ടപാട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മൈതാനത്തിലേക്ക്. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഓടി കയറുന്നുണ്ട്. മോനെ വിളിച്ചുകൊണ്ട് ഈ ആർച്ചറും അവന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു വീടിന്റെ മുന്നിലെത്തിയ സമയത്ത് ഒരു വലിയ വെപ്പൺ, അതായത് ഒരു വലിയ തോക്കിന്റെ അതുപോലെ എന്തോ ഒരു കാര്യം ആ ഒരു വീടിന്റെ മുകളിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് അതങ്ങ് മാഞ്ഞു പോവാണ്. എന്തായാലും ഇതിനുശേഷം ആർച്ചർ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോയി നോക്കിയപ്പോൾ ഒരു കട്ടിൽ കിടന്നുറങ്ങുന്ന മാത്യുവിനെ കാണുകയാണ്. മോനെ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിൽ ആ ഒരു പുതപ്പ് മാറ്റിയ സമയത്ത് പെട്ടെന്ന് അവിടെ മാത്യുവിന് പകരം ആ ഒരു മുത്തശ്ശിയായിരുന്നു. കണ്ടാൽ പേടിയാവുന്ന മുഖമുള്ള നമ്മുടെ ജസ്റ്റിനൊക്കെ സ്വപ്നത്തിൽ കണ്ടില്ലേ, അതേ മുത്തശ്ശി തന്നെ. ആ മുഖം കണ്ട് ആർച്ചർ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതായത് ആർച്ചർ ഇയാൾ കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു അത്. പിന്നീട് രാവിലെ ആയപ്പോൾ ആർച്ചറിന് ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് മകൻ ഓടിപ്പോയി ആ ഒരു CCTV വിഷ്വൽ ഇയാൾ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ സ്വപ്നത്തിൽ മകൻ ഇങ്ങനെ ഓടിപ്പോയത് കണ്ടായിരുന്നല്ലോ. അപ്പോ അവൻ ഏത് ഭാഗത്തേക്കാണ് ഓടിപ്പോയത് ആ ഒരു ഡയറക്ഷൻ ഇയാൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ കാണാതായിട്ടുണ്ട്. അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് മകൾ രാത്രി ഓടിപ്പോയില്ലേ, അതിന്റെ ആ ഒരു CCTV വിഷ്വൽ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പൊ ആ സ്ത്രീ പറയണത് പറ്റില്ല, ഞങ്ങളുടെ വിഷ്വൽ എന്തിനാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് വലിയ വഴക്കൊന്നും ഉണ്ടാകാതെ ആർച്ചർ പുറത്തു പോയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ അവരുടെ ഹസ്ബൻഡ് വന്നപ്പോൾ അവരോട് നേരിട്ട് പോയിട്ട് ആർച്ചർ ചോദിക്കുകയാണ്. അയാളെ സമ്മതിച്ചു. പിന്നീട് ആ ഒരു CCTV വിഷ്വൽ പരിശോധിച്ച സമയത്ത് ഈ ഒരു പെൺകുട്ടി ഒരു പ്രത്യേക ദിശയിലേക്കാണ് ഓടിയത്. അതും ഈ ഒരു ആർച്ചർ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ ആർച്ചറിന്റെ മകന് പോയില്ലേ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കി അതിൽ വരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഓടിപ്പോയില്ലേ, അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ രണ്ട് വരയും കൂടെ ഒരു ഭാഗത്ത് പോയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ആള് നല്ല ഇന്റലിജന്റ് ആയിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. കുട്ടികൾ ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ ഓടിപ്പോണെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ പല ഭാഗത്തുള്ള രണ്ട് കുട്ടികൾ ഒരേ ദിശയിലേക്ക് പോകുമ്പോൾ അവർ എവിടുന്നാണോ കണ്ടുമുട്ടുക അവരെന്തായാലും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഓടിയിട്ടുള്ളത്. അതായത് രണ്ട് കുട്ടികളും തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആ ഒരു ഏരിയ ഇപ്പൊ ആർച്ചർ കണ്ടുപിടിച്ചു. ഇയാൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ഇപ്പൊ ജസ്റ്റിനെ ഈ ഒരു ആർച്ചർ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ടതല്ലേ, ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, നേരിട്ട് തന്നെ ചോദിക്കാന്ന് കരുതിയിട്ട് ഇപ്പൊ നേരെ ജസ്റ്റിന്റെ അടുത്തേക്ക് ആർച്ചർ ചെല്ലുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയണം. എന്നാൽ ജസ്റ്റിൻ പറയണം ഒരുപാട് അനുഭവിച്ച് നിൽക്കുകയാണ്, എന്നെ ഇനിയും ശല്യപ്പെടുത്തരുത് പ്ലീസ്, ദയവ് ചെയ്ത് പോന്ന് പറയണം. എന്നാൽ ആർച്ചർ പോകാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിക്കുകയാണ്. ഇവരുടെ സ്കൂളിൽ ആ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ഇയാൾ ഒരു സോംബിയെ പോലെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഇയാൾ എങ്ങനെ ഇങ്ങനെ മാറി എന്നൊന്നും അറിയില്ല. ഈ വന്ന ആള് ഇപ്പൊ ജസ്റ്റിന്റെ മേത്തേക്ക് ചാടി വീണ് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. ഇതെന്തായാലും നോക്കി നിൽക്കാൻ ആർച്ചറിന് പറ്റില്ല. ആളത്ര ദുഷ്ടനായ മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആർച്ചർ ഇപ്പോൾ ജസ്റ്റിനെ ആക്രമിക്കാൻ വന്ന ആ ഒരു പ്രിൻസിപ്പളെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. എന്നാൽ അതിനുശേഷം ഈ പ്രിൻസിപ്പൾ ആക്രമിക്കുന്നത് ആർച്ചറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ സീൻ കട്ടായി. അതായത് ജസ്റ്റിന്റെ ലൈഫിൽ കഴിഞ്ഞ ഒരു ദിവസം മുന്നേ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു, ആർച്ചറിന്റെ ലൈഫിൽ സംഭവിച്ചെന്താന്ന് കണ്ടു. ഇനി മൂന്നാമതായിട്ട് ജസ്റ്റിന്റെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, പോലീസുകാരനായിട്ടുള്ള പോള്, ഇയാളുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലാണ് പോള്. ആ സമയത്തിന് ഭാര്യ വിളിക്കുന്നുണ്ട്. എന്നാൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് ഭാര്യയോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യയുടെ അച്ഛനാണ് ഈ സ്റ്റേഷനിലെ ചീഫ് ഓഫീസർ. അതുകൊണ്ട് ഒറ്റയടിക്ക് ഭാര്യ അങ്ങോട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല, അവൻ ചിലപ്പോൾ ട്രാപ്പായി പോവുക. എന്തായാലും ആളൊരു ഇച്ചിരി ഫ്രസ്ട്രേഷനിലാണ്. അങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒന്ന് പെട്രോളിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പയ്യനുണ്ട്. ഈ നാട്ടിലെ തന്നെ ഒരു അലമ്പ് പയ്യനാണ്, പേര് ജെയിംസ് എന്നാണ്. ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു വീടിന്റെ ഭാഗത്തു നിന്നും അവനിങ്ങനെ പോകുന്നത് ഈ പോള് കണ്ടു. അതുകൊണ്ട് തന്നെ അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് അവന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ജെയിംസ് ആകെ പേടിച്ചു പോയി ഓടുകയാണ്. എന്നാൽ പോൾ ഓടിച്ചെന്ന് അവനെ പിടിച്ച് കയ്യിൽ വിലങ്ങ് വെക്കുന്നുണ്ട്. എന്താടാ എന്നെ കണ്ട ഓടിയത്, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ജെയിംസ് പറയുന്നത്, സാറേ എന്റെ കയ്യിൽ ഒന്നുമില്ല, മയക്കുമരുന്നുമില്ല, ഞാനൊന്നും കട്ടിട്ടുമില്ല, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വിടുന്ന് പറയണം. എന്നാൽ അവൻ പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ആളൊരു അലമ്പല്ലേ. അതുകൊണ്ട് തന്നെ അവന്റെ കീശ മുഴുവനായിട്ടും ഇപ്പൊ ഈ ഒരു പോള് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നീഡിലുണ്ടല്ലോ, അത് അവന്റെ കീശയിലുണ്ടായിരുന്നു. അതിപ്പോ ഈ പോളിന്റെ വിരലിൽ കുത്തുകയാണ്. പോൾ ആകെ പേടിച്ചു പോയി. ഇവന് വല്ല അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം അവന് വരുമല്ലോ. വേഗം തന്നെ മരുന്നെല്ലാം എടുത്ത് അവിടെ ഫുള്ളായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്ത്, മാത്രമല്ല ഈ ഒരു ജെയിംസിന് നല്ല കുത്തുകയാണ്. ഇടി കൊണ്ട് ഈ ജെയിംസ് താഴെ വീണപ്പോഴാണ് പോൾ ആ ഒരു കാര്യം കാണുന്നത്. അതായത് ഈ കാറിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, എപ്പോഴും ലൈവായിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഈ ജെയിംസിന് ഇടിച്ച കാര്യം റെക്കോർഡായിട്ടുണ്ടാവും. ഇതെങ്ങാനും സ്റ്റേഷനിൽ പോയിട്ട് പിന്നീട് അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോളിന്റെ ജോലി പോകും. അതുകൊണ്ട് തന്നെ പോൾ ഇപ്പൊ ജെയിംസിനോട് പറയണത്, നീ എനിക്കിട്ടൊരു പണി തന്നു, ഞാൻ നിനക്കൊരു അടി തന്നു, ഇതോടെ ഇവിടെ തീരണത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നീ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കുത്തു ഞാൻ കുത്തും, അതുകൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുകയാണ്. മാത്രമല്ല പോൾ ഈ ഒരു കാര്യം ചെന്ന് അവിടുത്തെ ആ ഒരു ചീഫ് ഓഫീസർ ഉണ്ടല്ലോ, അതായത് അവന്റെ അമ്മായിച്ചൻ തന്നെയാണ്, മൂപ്പരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചീഫ് ഓഫീസർ പറയുന്നത്, നീ പേടിക്കുന്നു വേണ്ട, അവൻ കംപ്ലൈന്റ് ആയിട്ട് വന്നാലല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ, അവൻ എന്തായാലും വരില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ പോളെ, കാരണം സംഭവമൊക്കെ റെക്കോർഡഡ് ആണ്, അതൊരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ വിഷ്വൽ നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും പോള് ചെറിയൊരു ടെൻഷനിലാണ്. അപ്പൊ ആ ഒരു ടെൻഷനിൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരത്താണ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ജസ്റ്റിനെ ഈ പോള് കാണുന്നതും അന്ന് രാത്രി
അവർ ആ ഒരു പബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതും പിന്നീട് രാത്രി ജസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നതും അവർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജസ്റ്റിൻ തന്നെ ഈ ഒരു പോളിനെ ഡ്രോപ്പ് ചെയ്തു വീട്ടിലേക്ക്. എന്നാൽ അപ്പോഴേക്കും ഈ പോളിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഈ ചെങ്ങായി എവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മുഴുവനായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. കാരണം അവളുടെ അച്ഛനും ഒരു പോലീസുകാരനാണല്ലോ. പിന്നീട് പോളുമായിട്ട് അവൾ നല്ല വഴക്കുണ്ടാവുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് ജസ്റ്റിനുമായിട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ സംഭവത്തിന് എല്ലാത്തിനും ശേഷം പോള് വീണ്ടും സ്റ്റേഷനിലേക്ക് പോകണം. ആ സമയത്ത് അവന്റെ അമ്മായച്ചൻ അവനെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. മകളെ ചീറ്റ് ചെയ്ത കാര്യം അവൾ എന്തായാലും അച്ഛനെ വിളിച്ച് പറയാതിരിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു പേടി നമ്മുടെ പോളിന്റെ ഉള്ളിലുണ്ട്. പണി കിട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ പതിയെ പോള് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മറ്റേ ആ ഒരു പയ്യനുണ്ടല്ലോ ജെയിംസ്, അവനുണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഒരു കാരണവശാലും അവനെ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല, പേടിപ്പിക്കണം എന്ന് കരുതിയിട്ട് അവന്റെ പിന്നാലെ തന്നെ ഇപ്പോ പോള് പോവുകയാണ്. ജെയിംസ് നോക്കുമ്പോൾ അവന്റെ നേരെ കാട്ടുപോത്ത് വരുന്നത് പോലെ ഈ ഒരു പോള് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ നായ എന്നെ വെറുതെ വിടില്ല. കൈ കിട്ടിയ നല്ല പെട കിട്ടുന്ന മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു ജെയിംസ് അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടുന്നുണ്ട് കേട്ടോ. അതായത് സ്റ്റേഷനിലേക്ക് വന്നതായിരുന്നു, സ്റ്റേഷനിൽ കയറാതെ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. എന്നാൽ അവനെ പിടിച്ചേ അടങ്ങോ എന്ന ഒരു വെറിയില് അവന്റെ പിന്നാലെ തന്നെ പോളും ഉണ്ട്. ഇവിടെ സീൻ കട്ടായി. ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ജെയിംസ് ഉണ്ടല്ലോ അവന്റെ ആ ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു ദിവസം മുന്നേ അവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ. ജെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീടുമില്ല, കുടുംബക്കാരും ഇല്ല, ആരുമില്ല. താമസിക്കുന്ന തന്നെ കാട്ടിൽ ഒരു ടെന്റ് അടിച്ചിട്ടാണ്. മാത്രമല്ല നന്നായിട്ട് ലഹരി ഉപയോഗിക്കും. ലഹരി എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി അവന്. എന്നാൽ ഇപ്പൊ കയ്യിൽ ഒരു തുള്ളി സാധനമില്ല, മേടിക്കാനാണെങ്കിൽ കയ്യിൽ കാശുമില്ല. പെട്ടെന്ന് തന്നെ ഒരു കൂട്ടുകാരനെ വിളിക്കണം, എടാ എനിക്കൊരു ജോലി കിട്ടിയടാ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി കയറണം, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നല്ലൊരു ഡ്രസ്സും ഷൂ ഇല്ലാത്തതുകൊണ്ട് ഒരു $100 എനിക്കൊന്ന് അയച്ചു തരുമോ? സാലറി കിട്ടിയ വേർഡ് തന്നെ തിരിച്ചയച്ചു തരാം. എന്നാൽ ഇവന്റെ സ്വഭാവം അറിയുന്ന കൂട്ടുകാരനാ തോന്നുന്നു. അവൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. പൈസ കിട്ടില്ല എന്ന് ജെയിംസിന് മനസ്സിലായി. എന്തായാലും ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാറിന്റെ ഡോറും തുറന്നുകൊണ്ട് അവൻ നടക്കുന്നത്. അതായത് ഏതെങ്കിലും ഒന്ന് അൺലോക്കഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഡോർ തുറക്കുമല്ലോ, ഉള്ളിലുള്ള എന്തെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഡോർ തുറക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇലക്ട്രോണിക്കൽ ഗാഡ്ജറ്റ് അവൻ അടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഇത് വിൽക്കാൻ നോക്കുമ്പോൾ അയാൾ വെറുതെ തന്നാലും വേണ്ടാന്ന് പറയണം. അതായത് ഒരു രക്ഷയില്ല, ഇനി എവിടെയെങ്കിലും കയറി കട്ടേ മതിയാവുള്ളൂ. പൈസ കിട്ടിയാലേ എന്ത് കിട്ടുള്ളൂ? മരുന്ന് കിട്ടുള്ളൂ. അപ്പൊ അതിനായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കയറി മോഷ്ടിക്കാൻ നോക്കുകയാണ്. ആ സമയത്താണ് അതിലൂടെ പോയ പോലീസുകാരനായ പോള് ഇവനെ കാണുന്നത്. അപ്പൊ പോളിനെ കണ്ട് ജെയിംസ് അവിടെ നിന്ന് ഓടി. അവസാനം പോളിന്റെ കയ്യിൽ ജെയിംസിനെ കിട്ടി. അവിടുന്ന് 2 പെടയും അവന് കിട്ടി. പിന്നീട് കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കിയിട്ട് ജെയിംസിനെ പോൾ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തല്ലോ. ആ കാര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ജെയിംസ് നിർത്തിയില്ല കേട്ടോ. അവൻ എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതിയാവുള്ളൂ, കാശ് ഉണ്ടെങ്കിലേ ഡ്രഗ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആളും അനക്കവും ഇല്ലാത്ത ഓരോ വീടുകൾ അവനിങ്ങനെ നോക്കി വെക്കുകയാണ് കേട്ടോ, കയറി മോഷ്ടിക്കാനായിട്ട്. അങ്ങനെ ഒരു വീട് ഈ ജെയിംസ് ഒന്ന് സ്കെച്ച് ചെയ്യാണ്. നേരെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കുറെ അതിന്റെ ചുറ്റും നടന്നു നോക്കി, പ്രത്യേകിച്ച് ആരെയും കാണാനില്ല. അങ്ങനെ ആ വീടിന്റെ ജനൽ പൊളിച്ചുകൊണ്ട് അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം വിലപിടിപ്പുള്ള ഓരോ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വീട്ടിന്റെ സോഫയിൽ അനങ്ങാതിരിക്കുന്ന 2 ആൾക്കാരെ കാണുന്നത്. അത് മറ്റാരുമല്ല, ലിലിയന്റെ അച്ഛനും അമ്മയായിരുന്നു. ആ 17 കുട്ടികളെ കാണാതായപ്പോ ഒരു കുട്ടിയെ മാത്രം കാണാതായില്ല എന്ന് പറഞ്ഞില്ലേ, ലിലിയൻ. അവന്റെ വീടാണിത്. ഈ വീട്ടിലേക്കാണ് ഇപ്പൊ ജെയിംസ് മോഷ്ടിക്കാൻ കയറിയത്. എന്തായാലും ജെയിംസ് ഇങ്ങനെ 2 രൂപങ്ങൾ സോഫയിൽ ഇരിക്കുന്നത് പെട്ടെന്ന് കണ്ടപ്പോ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് നോക്കിയപ്പോൾ അവർക്ക് വലിയ അനക്കമൊന്നുമില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ ചാക്ക് നിറക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് വീടിന്റെ ബേസ്മെന്റ് അവൻ കാണുന്നത്. വലിയ വീടല്ലേ, പണക്കാരല്ലേ, ചിലപ്പോൾ ബേസ്മെന്റിൽ ഇതിനേക്കാൾ വിലപിടിപ്പിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ബേസ്മെന്റ് തുറന്ന് അവൻ നേരെ താഴേക്ക് പോവാണ്. താഴേക്ക് പോയ ഈ ജെയിംസ് ഒരു കാര്യം കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു പോവാണ്. സോ അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വെബ് സീരീസുകളൊക്കെ നമുക്ക് അത് ഇട്ടു കൊടുക്കാം കേട്ടോ. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ജെയിംസ് താഴേക്ക് വന്ന് നോക്കിയ സമയത്ത് അവൻ എന്താ കണ്ടത്? കാണാതായ ആ 17 കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ മുഴുവനും ആ ബേസ്മെന്റിലുണ്ട്. ഇവൻ താഴേക്ക് വന്നപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടെ ഒറ്റയടിക്ക് അവനെ നോക്കുകയാണ്. ഇത് കണ്ട് ജെയിംസിന്റെ കിളി അങ്ങോട്ട് പാറുന്നുണ്ട്. എഴുന്നേറ്റ് ഓടുകയാണ് മുകളിലേക്ക് എത്തിയ സമയത്ത് ഇത്രയും നേരം അനക്കമില്ലാതെ സോഫയിൽ ഇരുന്നിരുന്ന ലിലിയന്റെ അച്ഛനും അമ്മയും ചാടി എഴുന്നേൽക്കാണ്. അവന്റെ നേരെ വരുന്നുണ്ട്. കണ്ടാൽ ഒരു പ്രേതം വരുന്നത് പോലെ. ജെയിംസ് പേടിച്ച് വിറച്ച് മെയിൻ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. തൽക്കാലം ഇവിടുന്ന് മോഷ്ടിച്ച കുറച്ച് വസ്തുക്കളുണ്ട്. അപ്പൊ അത് വിൽക്കാനായിട്ട് ഒരു കടയിൽ പോയപ്പോൾ ആ കടയിൽ വെച്ച ഒരു പോസ്റ്റർ അവൻ കാണുകയാണ്. കാണാതായ 17 കുട്ടികൾ. അവരെ കണ്ടുപിടിച്ചു കൊടുത്താൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് $50,000 കിട്ടും. ഇത് കണ്ട സമയത്ത് ജെയിംസിന്റെ ഉള്ളിൽ ലെഡ് പൊട്ടുകയാണ്. കാരണം എന്താണ്? അവൻ ഈ 17 കുട്ടികളെ ഇപ്പൊ ആ ഒരു ബേസ്മെന്റിൽ കണ്ടിട്ടേ ഉള്ളൂ. സോ ഈ ഒരു കാര്യം പറയാനായിട്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവൻ ആ സ്റ്റേഷനിലേക്ക് പോകുന്ന കാര്യമാണ് നേരത്തെ പോള് കണ്ടത്. അപ്പൊ പോൾ എന്ത് വിചാരിച്ചു? അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ജെയിംസിനിട്ട് കുത്താൻ വേണ്ടി അവന്റെ അരികിലേക്ക് പോള് പോയപ്പോ അത് കണ്ട് പേടിച്ച് ജെയിംസ് അവിടെ ഓടി രക്ഷപ്പെട്ടു. നേരെ പോകുന്നത് കാട്ടിൽ അവന്റെ ആ ഒരു ടെന്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ജസ്റ്റിനും അതുപോലെ തന്നെ ആർച്ചറും അവരുടെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു കിഴവി ഉണ്ടല്ലോ, അവരുടെ അതേ രൂപം തന്നെ ഇപ്പൊ മരങ്ങൾക്കിടയിലായിട്ട് ജെയിംസും കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് കണ്ടാൽ ആർക്കായാലും ഒന്ന് പേടി തോന്നും. അതുകൊണ്ട് തന്നെ ജെയിംസ് ഓടിപ്പോയി അവന്റെ ടെന്റിൽ ഒളിക്കുകയാണ്. മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 3 സിറിഞ്ച് കയ്യിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇനി എങ്ങാനും ആ ഒരു കിഴവി വന്നാൽ കുത്താനായിട്ട് തന്നെ. ഈ നേരത്താണ് പുറത്ത് ആരോ വന്നിട്ട് അവന്റെ ടെന്റിന്റെ ആ ഒരു സിബ് തുറക്കുന്ന കേട്ടോ. ഈ
ഇവനൊന്നും നോക്കിയില്ല, ആ സാധനം എടുത്ത് ഈ വന്ന ആളുടെ നേരെ ഒറ്റ കുത്തലാണ്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ പോളാണ്. പോൾ ആകെ പേടിച്ച് വെറുക്കാണ്. ഇപ്പൊ പോള് പറയാണ്, എടാ നിന്റെ അടുത്തേക്ക് എപ്പോ വന്നാലും സൂചി മേത്ത് കയറുകയാണല്ലോ, എടാ നിനക്ക് വല്ല സൂക്കടുണ്ടോ, വല്ല HIV എയ്ഡ്സോ അങ്ങനെ എന്തെങ്കിലും, നിന്നെ ഞാനിപ്പോ ശരിയാക്കാടെന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് അവന്റെ തലക്കിട്ട് പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ജെയിംസ് പറയണം, എന്റെ പൊന്നു സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നത് നിങ്ങൾക്കിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ ഒന്നിനുമല്ല, ഒരു കാര്യം പറയാനാ. നമ്മുടെ ടൗണിൽ നിന്ന് കാണാതായ 17 കുട്ടികളുണ്ടല്ലോ, അവരെവിടെയാന്ന് എനിക്കറിയാം, ഞാൻ അവരെ നേരിട്ട് കണ്ടു സത്യമായിട്ടും. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞ് കാശ് മേടിക്കാനാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ടപ്പോ നമ്മുടെ പോളൊന്ന് കൂളാവുകയാണ്. നീ എവിടെയാണ് അവരെ കണ്ടത്, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയാലെന്ന് പറയണത്. ശരി സാറേ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നേരെ കാറിൽ രണ്ടുപേരും കയറി പോകുന്ന സമയത്ത് പോളി ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എയ്ഡ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ, കാരണം നീ കുത്തിക്കയറ്റിയ 4 സിറിഞ്ചാണ് പലപ്പോഴായിട്ട് എന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. എന്നാൽ ജെയിംസ് പറയുന്നത്, അറിയില്ല സാറേ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നീട് ഇവര് ലിലിയന്റെ ആ ഒരു വീട്ടിന് മുന്നിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് ജെയിംസ് പറയുന്നത്, സാറേ കുട്ടികളെ കാണിച്ചു തന്ന ഞാനാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനത്തുക കിട്ടിയാൽ അതിന്റെ ഒരു ഓഹരി എനിക്കും തരണമെന്ന്. ഇപ്പൊ പോള് പറയണേ, ഞാൻ ആദ്യം അവിടെ പോയി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് പറയണം. അങ്ങനെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോള് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. ഈ ജെയിംസ് ആകം അടുത്തു പോയല്ലോ. മാത്രമല്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ ഒരു പോള് വരുന്നുണ്ട്. പോളിനെ കണ്ടപ്പോ തന്നെ ഇപ്പൊ ജെയിംസ് ചോദിക്കുന്നുണ്ട്, സാറേ എന്തായി, കുട്ടികൾ അതിന്റെ ഉള്ളിൽ തന്നെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് പോള് ഈ ഒരു ജെയിംസിനെ അടിച്ചിട്ട് അവന്റെ കാലും പിടിച്ച് അവനെ വലിച്ചോണ്ട് പോവുകയാണ്. അലറി കരയല്ലാതെ പോളിന്റെ കയ്യിൽ നിന്നും ജെയിംസിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവസാനം ആ വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ പോൾ ഇപ്പോ ജെയിംസിനെ വലിച്ചുകൊണ്ട് ഇടുകയാണ്. ഓക്കെ, അപ്പൊ ജെയിംസിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ജസ്റ്റിനെ ഒരു സോംബിയെ പോലെ വന്ന് ആക്രമിച്ചില്ലേ ആ ആള്, അയാളുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു ദിവസം മുന്നേ നടന്നത് എന്താണെന്ന് നമ്മളിപ്പോ കാണാൻ പോവാണ്. അതായത് പ്രിൻസിപ്പൽ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ സാധനം മേടിച്ചു പോകുമ്പോൾ ഇയാൾക്ക് ഒരു കോള് വരുന്നുണ്ട്. ജസ്റ്റിനാണ് വിളിച്ചത്. അതായത് ജസ്റ്റിൻ ലിലിയന്റെ വീട്ടിലേക്ക് അന്ന് പോയപ്പോൾ കണ്ട കാര്യങ്ങൾ പറയാൻ വിളിച്ചായിരുന്നല്ലോ, ആ ഒരു സീനാണിത്. അപ്പോ ഈ ജസ്റ്റിന് മറുപടിയായിട്ട് ഈ പ്രിൻസിപ്പൽ എന്താ കൊടുക്കുന്നത്, ഇനി എങ്ങാനും അവന്റെ കാര്യത്തിൽ തലയിട്ടാ നിന്റെ ജോലി പോവും, ഞാൻ ഇടപെടില്ല, നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് നേരെ പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് പോവാണ്. മാത്രമല്ല ലിലിയന്റെ പാരന്റ്സിനോട് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതായത് ക്ലാസ്സിൽ ആകെ ബാക്കിയായത് അവൻ മാത്രമാണല്ലോ, അപ്പോൾ അവരുടെ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. എന്നാൽ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പകരം വന്നിരിക്കുന്നത് അവന്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ത്രീ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജെയിംസ്, അതുപോലെ തന്നെ ആർച്ചർ, ജസ്റ്റിൻ, ഇവരെല്ലാം പലപ്പോഴായിട്ട് കണ്ട ആ രൂപം തന്നെയാണിത്. ഇത് ശരിക്കും ലിലിയന്റെ മുത്തശ്ശി തന്നെയാണോ? എന്തായാലും മുത്തശ്ശി വന്ന പാട് തന്നെ പ്രിൻസിപ്പൽ എഴുന്നേറ്റ് വന്ന് പറയാണ്, മാഡം പ്ലീസ് ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് അവന്റെ അച്ഛനോടും അമ്മയോടും മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് പ്രശ്നമുണ്ട്, ഇപ്പൊ തന്നെ വരാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ പറയണത് എന്തൊക്കെ തന്നെ ആയാലും ലിലിയന്റെ അച്ഛനും അമ്മയും തന്നെ വരണം, എനിക്ക് അവരോടാ സംസാരിക്കേണ്ടത്. ഈ സമയത്ത് പ്രിൻസിപ്പലിനെ ഒരു നോട്ടം നോക്കിയിട്ട് ആ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം പ്രിൻസിപ്പലിന്റെ വീട്ടിൽ കാണിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട് കേട്ടോ. പോയി നോക്കുമ്പോൾ ഇതേ മുത്തശ്ശി തന്നെയാണ്. വല്ലാതെ കിതക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം പറയാണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയണം. അങ്ങനെ പ്രിൻസിപ്പൽ അവർ ഉള്ളിലേക്ക് കയറ്റാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള ചോദിച്ചപ്പോൾ അത് പിന്നെ പ്രിൻസിപ്പൽ നിങ്ങൾ പറഞ്ഞല്ലോ ലിലിയന്റെ അച്ഛനും അമ്മയോടും തന്നെ വരണമെന്ന്, അവരെന്തായാലും അടുത്ത ദിവസം കാണാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് പറയാനാണോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ ചോദിക്കുമ്പോൾ അല്ല എനിക്കൊരു ഇച്ചിരി വെള്ളം വേണമെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലാസ്സിൽ തരേണ്ട, എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്, അതിലേക്ക് ആ ഒരു വെള്ളം തന്നാൽ മതി എന്ന് പറയണം. അതായത് ഈ ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നമ്മുടെ പ്രിൻസിപ്പലിന് എന്തൊക്കെയോ ഒരു വ്യത്യസ്തത തോന്നുകയാണ് കേട്ടോ. എന്തായാലും അവരുടെ കയ്യിൽ ഒരു വടി പോലെ എന്തോന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ വടിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിന്റെ എന്തോ ചെറിയൊരു എന്താ പറയുക തുടിയുടെ ഒരു ഭാഗം പതിയെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ഈ ഒരു മുത്തശ്ശി പറയുന്നത് ഒന്നുമില്ല മോനെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവരുടെ കയ്യിൽ ഒരു മുറി ഉണ്ടാക്കുകയാണ്. ആ രക്തം അതിലായി. ഇത് കണ്ട സമയത്ത് പ്രിൻസിപ്പലിന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അയാൾ വേഗം തന്നെ ഒരു ടവൽ എടുത്ത് മുത്തശ്ശി എന്താ പറ്റിയത്, ആ ഒരു ബ്ലഡ് തുടക്കുന്ന പറഞ്ഞിട്ട് ടവൽ കൊടുക്കാൻ പോയപ്പോൾ ഈ കൂട്ടുകാരന്റെ തലയിൽ നിന്നും ഒരു മുടിയുടെ കഷ്ണം വെട്ടിയെടുത്ത് അതും കൂടി ഈ ഒരു കമ്പിൽ ചുറ്റി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഒരു മുത്തശ്ശി ചെയ്യാൻ നിൽക്കുകയാണ്. മാത്രമല്ല ആ വടി പിന്നീട് പൊട്ടിക്കുന്നുണ്ട്. ആകെക്കൂടി എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നിയ പ്രിൻസിപ്പൽ അപ്പൊ തന്നെ പോലീസുകാരെ വിളിക്കാൻ നോക്കുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ ഒരു മണി ഉണ്ടായിരുന്നു. ആ മണി വെച്ച് ടിങ് എന്നിട്ടൊന്ന് മുഴക്കുകയാണ്. ശബ്ദം കേട്ട സ്പോട്ടിൽ പ്രിൻസിപ്പലിന്റെ ആ ഒരു ചലനം തന്നെ ഇല്ലാതായി പോവാണ്. നമ്മൾ ഈ വീഡിയോ പൗസ് ആക്കില്ലേ, അതുപോലെ പ്രിൻസിപ്പൽ അങ്ങോട്ട് സ്റ്റെക്കായി പോയി. പിന്നീട് പ്രിൻസിപ്പൽ വേഗം വന്നത് ഇയാളുടെ കൂട്ടുകാരന്റെ അടുത്തേക്കാണ്. അയാളെ മറിച്ചിട്ട് അയാളുടെ ദേഹത്തേക്ക് കറുത്ത നിറത്തിലുള്ള എന്തോന്ന് ഛർദ്ദിച്ച് അവസാനം പ്രിൻസിപ്പൽ അയാളുടെ തല ഉപയോഗിച്ച് തന്നെ സ്വന്തം കൂട്ടുകാരനെ അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഇയാളുടെ മുഖത്ത് ഇപ്പൊ നിറയെ രക്തമാണ്. ആ കോലത്തിൽ ഈ പ്രിൻസിപ്പൽ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണെന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത് പെട്രോൾ പമ്പിൽ വെച്ച് സംസാരിക്കുന്ന ജസ്റ്റിൻ അതുപോലെ തന്നെ ആർച്ചർ അവരുടെ അരികിലേക്കാണ്. ആ സീനും നമ്മൾ മുന്നേ കണ്ടതല്ലേ. ഓടി ചെന്ന പാടിനെ പ്രിൻസിപ്പൽ പിന്നീട് എന്താ കാണിച്ചതെന്ന് നമ്മൾ കണ്ടേ. അതായത് ജസ്റ്റിനെ ആക്രമിക്കാൻ നോക്കി. മാത്രമല്ല ആ സമയത്ത് തന്നെ ജസ്റ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു പ്രിൻസിപ്പളെ ആർച്ചർ വലിച്ചിട്ടു. ആ ഗ്യാപ്പിൽ നമ്മുടെ ജസ്റ്റിൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടി കയറി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ വീണ്ടും ഈ ഒരു പ്രിൻസിപ്പൾ വരികയാണ്. അങ്ങോട്ടേക്ക് വീണ്ടും ആർച്ചർ വന്ന് അയാൾ അവിടെ അടിച്ചിടുന്നുണ്ട്. ഈ ഗ്യാപ്പിന് നമ്മുടെ ജസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങി ഓടി അവളുടെ കാർ എടുത്ത് അവിടുന്ന് പോവാണ്. എന്നാൽ അപ്പോഴും അവളെ വിടാനായിട്ട് ഈ ഒരു പ്രിൻസിപ്പൾ തയ്യാറല്ല. ഇയാൾ കൈ ഒരു പ്രത്യേക രീതിയിൽ പറക്കുന്ന പോലെ കൈവച്ച് അവളുടെ പിന്നാലെ അങ്ങനെ ഓടുകയാണ്. അയാളുടെ പിന്നാലെ തന്നെ ഇപ്പൊ ആർച്ചറും പോകുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൾ ഈ കോലത്തിൽ നടു റോട്ട് കൂടിയല്ലേ ഓടുന്നത്. ആ സമയത്ത് അതിലൂടെ പോയൊരു വണ്ടി ഇയാളുടെ ദേഹത്തടിക്കുകയാണ്. തലയിലൂടെ കയറി ഇയാൾ അപ്പൊ തന്നെ മരിച്ചു പോവാണ്. അധികം വൈകാതെ തന്നെ ജസ്റ്റിനെയും ആർച്ചറിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ
കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല പോലീസുകാർ വന്ന് എൻക്വയറി എടുത്തു. പിന്നീട് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റിന്റെ അടുത്തേക്ക് ആർച്ചർ ചെന്നിട്ട് സോറി പറയണം കേട്ടോ. അതായത് കുട്ടികളെ കാണാതായതിന്റെ പിന്നിൽ നീയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, നീ ഒരു മന്ത്രവാദിയാന്നൊക്കെയാ വിചാരിച്ചത്, അത് വെറും എന്റെ ഒരു മണ്ടൻ ചിന്തയായിരുന്നു. എന്തായാലും നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, അതൊന്നും കുഴപ്പമില്ലാന്ന് ജസ്റ്റിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിൻ ചോദിക്കുകയാണ് ശരിക്കും ഈ പ്രിൻസിപ്പൾക്ക് എന്താ സംഭവിച്ചത്? വളരെ എന്താ പറയാ മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര അസ്വാഭാവികമായിട്ട് പെരുമാറിയത്? ഈ നാട്ടിൽ എന്ത് ഈ സംഭവിക്കുന്നത്? പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ്? ഇത് കേട്ടപ്പോൾ ആർച്ചർ പറയാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല, എല്ലാത്തിനും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണെന്ന് കാറിൽ വന്നിട്ട് ജസ്റ്റിനും ആർച്ചറും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അതായത് അന്ന് രാത്രി കുട്ടികളെല്ലാം രാത്രി ഇറങ്ങി ഓടിയപ്പോൾ ആ CCTV വിഷ്വൽ ഇവർ നോക്കിയില്ലേ, കൈ ഇങ്ങനെ വിടർത്തി വെച്ചാണ് അവർ ഓടുന്നത്. ഇന്ന് ജസ്റ്റിനെ ആക്രമിക്കാനായിട്ട് അവളുടെ പിന്നാലെ ഈ പ്രിൻസിപ്പൾ വന്നപ്പോഴും അയാളുടെ കൈയും അയാൾ അതേ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മാത്രമല്ല എന്റെ മകൻ മാത്യു ഇറങ്ങി ഓടിയ ആ ഒരു ഡയറക്ഷൻ, അതുപോലെ വേറെയുള്ള കുട്ടികൾ ഇറങ്ങി ഓടിയ ആ ഒരു ഡയറക്ഷൻ, ഇതെല്ലാം ഞാനൊരു ക്രോസ് ഓവർ ചെയ്തു നോക്കുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് വെച്ചാൽ മീറ്റ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു സ്ഥലം. ഏതാണ് ആ ഒരു സ്ഥലം എന്ന് നമ്മുടെ ജസ്റ്റിൻ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റേതുമല്ല, ലിലിയന്റെ വീട് തന്നെയാണ്. ഇത് കണ്ട് ലിലിയൻ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ എല്ലാ പ്രശ്നത്തിനും കാരണം ആ ഒരു വീട് തന്നെയാണ്. പിന്നീട് എന്താണോ ജസ്റ്റിൻ ആ ഒരു വീടിനെ കുറിച്ച് മനസ്സിലാക്കിയത്, ലിലിയനെ കുറിച്ച് മനസ്സിലാക്കിയത്, അത് ഈ ഒരു ആർച്ചറിനോട് പറയാം. അതായത് കഥയിലെ വില്ലൻ ആ കൊച്ചു പയ്യൻ ലിലിയൻ തന്നെയാണ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിലിയൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യന്റെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ പയ്യനുണ്ടല്ലോ ലിലിയൻ, അവനെ സ്കൂളിലേക്ക് കൂട്ടാനായിട്ട് അവന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ലിലിയനോട് അച്ഛൻ പറയണം മോനെ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് അമ്മയുടെ ഒരു ആന്റി വരുന്നുണ്ട്, അവർക്ക് സുഖമില്ല, കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവും. ഒരു ഫാമിലിയിലേക്ക് പെട്ടെന്ന് മറ്റൊരാൾ വരിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലിലിയനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയണം. രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ആന്റി വരുന്നുണ്ട്. ആ തള്ള തന്നെ, ആ മുത്തശ്ശി, നടക്കാനൊന്നും കഴിയാത്ത ആരോഗ്യമില്ലാത്ത ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ്. പിന്നീട് അവരെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഈ ഒരു ലിലിയൻ കാണുന്നില്ല കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ വന്നത് ആരാണെന്നൊന്നും കാണണമല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പതിയെ ഡോറ് തുറന്ന് ആ റൂമിലേക്ക് അവൻ നോക്കിയ സമയത്ത് തീരെ വയ്യാതെ കിടക്കുന്ന ഒരു വല്ലാത്ത കോലത്തിൽ കിടക്കുന്ന ആ മുത്തശ്ശിയെ കാണുകയാണ്. നമ്മൾ 2-3 വട്ടം ആ ഒരു സ്ത്രീയെ കണ്ടല്ലോ, ആ സമയത്തുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ അവർക്കില്ല. പിന്നീട് അവന്റെ അച്ഛൻ അവനെ സ്കൂളിലേക്ക് ആക്കാൻ നേരത്ത് ഇപ്പൊ ലിലിയൻ ചോദിക്കണം അച്ഛാ എത്ര ദിവസം അവര് നമ്മളെ വീട്ടിലുണ്ടാവും? അവരുടെ മരണം വരെ അവർ വീട്ടിലുണ്ടാവെന്ന് പറയാണ്. ഇത് കണ്ടപ്പോൾ ലിലിയന് ആകെ ടെൻഷൻ ആവുകയാണ്. ഇങ്ങനെ ഒരാൾ വീട്ടിൽ അങ്ങനെയൊക്കെ വേണമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ പറയണ മോയെ പേടിക്കുന്നു വേണ്ട, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവരുടെ കൂടെ ആരുമില്ല, അധികം നാളൊന്നും അവരുണ്ടായില്ല, കൂടിപ്പോയ ഒരു മാസം അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവനെ പിന്നീട് അവന്റെ അച്ഛൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാണ്. അന്നേ ദിവസത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ സ്കൂളിന്റെ പുറത്ത് അച്ഛനെയും കാത്ത് അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ കുറെ നേരമായിട്ടും അവന്റെ അച്ഛൻ അവനെ കൂട്ടാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നടന്നു പോകാന്ന് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് നേരെ പോയി വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ തന്നെയുണ്ട്. അവൻ എത്ര വിളിച്ചിട്ടും അവരൊന്നും അനങ്ങുന്ന പോലുമില്ല. ആ ചെയറിൽ ഒരേ ഒരു ഇരുത്തം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആ ഒരു മുത്തശ്ശിയുണ്ട്. ഈ മുത്തശ്ശിക്ക് ഇപ്പൊ കുറച്ച് ആരോഗ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ലിലിയൻ വീണ്ടും വീണ്ടും അവന്റെ അച്ഛനും അമ്മയും വിളിക്കുന്ന സമയത്ത് ആ ഒരു മുത്തശ്ശി പറയാണ് അവരെ വിളിക്കേണ്ട, അവരൊരു വിശ്രമത്തിലാണ്. എന്നാൽ അവരിട്ട് കണ്ണടച്ചിട്ടില്ല. കണ്ണ് തുറന്ന് അവർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. വേഗം തന്നെ ലിലിയൻ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അച്ഛന്റെ മുഖത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോഴും അവന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഇത് കണ്ടപ്പോൾ ആ ഒരു മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് പറയണം ആഹാ എന്നെ ധിക്കരിക്കുന്നോ, ഇന്ന് രാത്രി നിനക്ക് ഭക്ഷണമില്ല, പോയി കിടന്നുറങ്ങടാന്ന് പറയാണ്. അന്നത്തെ ദിവസം ലിലിയനെ ആ മുത്തശ്ശി പട്ടിണി കിടുകയാണ്. രാവിലെ എഴുന്നേറ്റ് അവൻ വന്നു നോക്കുമ്പോൾ അച്ഛനും അമ്മയും അതേ ഇരുത്തം തന്നെ. ഇപ്പൊ അവനെ നോക്കിയിട്ട് വളരെ കൂളായിട്ട് ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു വിശ്രമം കൊടുത്തിരിക്കുകയാണ്, പക്ഷേ ഈ കാര്യം നീ ആരോടും പോയി പറയാൻ പാടില്ല കേട്ടോ. എന്നാൽ അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ വല്ലാണ്ട് ഭയന്നിട്ടൊന്നുമില്ല. അവൻ ഉറപ്പായിട്ടും ഈ കാര്യം പുറത്തു പോയിട്ട് പറയും. അത് ഈ മുത്തശ്ശിക്കും മനസ്സിലായി. അതുകൊണ്ട് മുത്തശ്ശി പറയാണ് നിനക്കെന്നെ പേടിയില്ല അല്ലേ, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. മുത്തശ്ശി ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന ആ മുള്ളിന്റെ ചെറിയൊരു കമ്പെടുക്കുകയാണ്. അതിലിപ്പോ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുടി ചുറ്റി പിന്നീട് അത് പതിയെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി പൊട്ടിച്ചുരിച്ചിരി രക്തമാക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ലിലിയന്റെ അച്ഛനും അമ്മയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് അവരുടെ സ്വന്തം മുഖത്തേക്ക് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ലിലിയൻ ആകെ പേടിച്ചു പോയി. അവനിപ്പോ കരഞ്ഞുകൊണ്ട് പറയാണ് ദയവ് ചെയ്ത് നിർത്ത്, ഞാൻ ആരോടും ഈ ഒരു കാര്യം പറയില്ല എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി മന്ത്രത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിർത്തിക്കുകയാണ്. പിന്നീട് ലിലിയനോട് പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യം പോലും പുറത്തുള്ള ആരും അറിയാൻ പാടില്ല. അങ്ങനെ നീ വഴി ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെയും അമ്മയെ കൊണ്ട് അവരുടെ ഇറച്ചി തന്നെ ഞാൻ തീറ്റിപ്പിക്കുന്നു പറയാണ്. ആകെ പേടിച്ചു പോയ ലിലിയൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകും, അധികം ആരോടും സംസാരിക്കില്ല, ഇതൊന്നും ആരോടും പറയുന്നില്ല. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ അവന്റെ ലൈഫ് മുന്നോട്ടേക്ക് പോവാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ അച്ഛനും അമ്മയും മരിച്ചു പോയല്ലോ എന്ന് കരുതിയിട്ട് അവനിക്ക് അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവന്റെ സ്വഭാവം വളരെയധികം മോശമായതും ആരെങ്കിലും ഒരാൾ അവന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ അവരോട് മോശമായിട്ട് സംസാരിക്കുന്നതും. അതായത് അന്ന് ജസ്റ്റിനോട് ചൂടായി സംസാരിച്ചില്ലേ, അതിന്റെയൊക്കെ കാരണം ഇതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഒരു ദിവസം ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവർക്ക് തീരെ വയ്യാതായിട്ട് ആ റൂമിൽ നിന്നും ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പൊ പതിയെ ലിലിയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം അങ്ങനെ എന്തെങ്കിലും വേണം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ് വെള്ളം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം വേണം, നമുക്കൊരു ഡീല് സംസാരിച്ചാലോ, നിന്നെയും നിന്റെ അച്ഛനും അമ്മയും ഞാൻ വെറുതെ വിടാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ നാട് വിട്ട് തന്നെ പോയിക്കോളാം, പക്ഷെ എനിക്ക് വേണ്ട ചില കാര്യങ്ങൾ നീ ചെയ്തു തരണം.
തരണം. നിന്റെ ക്ലാസ്സിൽ നിന്റെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികളില്ലേ, അവരുടെ സാധനങ്ങൾ ചെറിയ ചെറിയ വല്ല ബോക്സോ പേനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നീ എനിക്ക് കൊണ്ടു തന്നാൽ മാത്രം മതി എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ലിലിയൻ ഓക്കെ ഞാൻ കൊണ്ടുതരാന്ന് പറയണം. അങ്ങനെ ലിലിയൻ അവന്റെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഓരോ കുട്ടികളുടെയും ഓരോ വസ്തുക്കൾ ഈ ഒരു മുത്തശ്ശിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് ആ വസ്തുക്കൾ ഉപയോഗിച്ച് ചില ആഭിചാരങ്ങൾ ചെയ്ത് അന്ന് ബുധനാഴ്ച രാത്രി എല്ലാ കുട്ടികളെയും കാണാതായില്ലേ, രാത്രി 2:17 ആ സമയം സെറ്റ് ചെയ്ത് മന്ത്രത്തിലൂടെ ഈ മുത്തശ്ശി ഈ 17 കുട്ടികളെയും ഇങ്ങോട്ടേക്ക് വരുത്തിച്ചു. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് യാതൊരു ഐഡിയയും നമ്മുടെ ലിലിയൻ ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിയുടെ പ്ലാൻ എന്താണെന്ന് അവന് മനസ്സിലായത് തന്നെ. പിന്നീട് വീട്ടിന്റെ ബേസ്മെന്റിലേക്ക് ഈ 17 കുട്ടികളെയും കൊണ്ടുപോയി അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്ത് അത് എടുത്തുകൊണ്ടാണ് ഈ മുത്തശ്ശിയുടെ എനർജി അവർ തിരിച്ചു പിടിച്ചത്. പിന്നീട് 17 കുട്ടികളെയും കാണാതാകുമ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ലിലിയന്റെ അടുത്തേക്ക് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചു വരുമല്ലോ. ആ സമയത്ത് അവന്റെ അച്ഛനെയും അമ്മയും കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. എന്നാൽ അവർ രണ്ടുപേരെയും ഈ ഒരു മന്ത്രവാദി മുത്തശ്ശി വശീപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ. അതില് പോലീസുകാർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ അവരുടെ മുഖത്തെ ആ ഒരു മുറിവിൽ മേക്കപ്പ് എല്ലാം ഇട്ട് ആ ഒരു സോഫയിൽ അന്ന് പോലീസുകാർ വന്നപ്പോൾ കൊണ്ടേ ഇരുത്തി. എന്നിട്ട് സംസാരിക്കാൻ പറ്റാത്തത് അവരുടെ വായിൽ പുണ്ണായതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആ ഒരു മുത്തശ്ശി അങ്ങനെ ഡീൽ ചെയ്ത് വിട്ടു. ഓക്കെ, അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ലിലിയൻ അവന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അന്ന് ഈ വീട്ടിലേക്ക് കുട്ടികളെ തേടി വന്ന മറ്റേ പോലീസുകാരനുണ്ടല്ലോ പോളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജെയിംസും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അനങ്ങാതെ ശില്പങ്ങളെ പോലെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. സോ നമ്മൾ പല ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് എല്ലാത്തിന്റെയും പ്രശ്നം ലിലിയന്റെ ആ ഒരു വീടാണെന്ന് ഈ ആർച്ചറും അതുപോലെ തന്നെ ജസ്റ്റിനും മനസ്സിലാക്കി. അങ്ങനെ അന്നേ ദിവസം രാത്രി തന്നെ ആർച്ചറും ജസ്റ്റിനും കൂടെ നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. കുറച്ചു നേരം ആ ഒരു വീടിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന പോലീസുകാരനായിട്ടുള്ള പോള് പുറത്തേക്ക് വന്നിട്ട് കൈ കാണിക്കുന്നുണ്ട്, ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞിട്ട്. പോളിനെ ഓൾറെഡി ജസ്റ്റിന് അറിയല്ലോ, അതുകൊണ്ട് തന്നെ വാ നമുക്ക് ഉള്ളിലേക്ക് പോകാം, എനിക്ക് അയാൾ അറിയാന്ന് പറയണം. എന്നാൽ ഇതൊരു ട്രാപ്പ് ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. രണ്ടുപേരും ഉള്ളിലേക്ക് പോയപ്പോൾ വശ്യപ്പെട്ട് കിടക്കുന്ന ആളാണ് പോള്, അതുപോലെ തന്നെ ജെയിംസ്, പിന്നെ നമ്മുടെ ലിലിയന്റെ അച്ഛനും അമ്മയും. ഈ 4 പേരും കൂടെ ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അതായത് ആ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ജെയിംസ് നേരെ ചാടി വീഴുന്നത് ആർച്ചറിന്റെ നേർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിനെ ആക്രമിക്കാനായിട്ട് പോളും വരുന്നുണ്ട്. പരമാവധി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ ജസ്റ്റിന്റെ കഴുത്ത് പിടിച്ച് പോള് പൊക്കിയെടുക്കുകയാണ്. അവളെ ഇപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് പോളിനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതേ നേരം തന്നെ ആ ഒരു ജെയിംസും ആർച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ബേസ്മെന്റിന്റെ ആ ഒരു വാതിൽ തുറന്ന് അവൻ താഴേക്ക് വീണു. താഴേക്ക് നോക്കുന്ന സമയത്ത് കാണാതായ 17 കുട്ടികളും, അതായത് ആർച്ചറിന്റെ മകനടക്കം താഴെയുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ ആർച്ചറിനെ കൊല്ലാനായിട്ട് ജെയിംസ് വന്നപ്പോൾ പിന്നിൽ നിന്നും ഈ ജെയിംസിനെ ജസ്റ്റിൻ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതേ നേരം തന്നെ ഈ വീട്ടിൽ വേറെയും 2 ആൾക്കാരുണ്ടല്ലോ വശീപ്പെട്ട് നിൽക്കുന്നത്, മറ്റാരുമില്ല നമ്മുടെ ലിലിയന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി, കാര്യങ്ങൾ ഏകദേശം കൈ വിട്ടുപോയിന്ന്. അതുകൊണ്ട് തന്നെ ലിലിയനെ കൊല്ലാനായിട്ട് അവന്റെ അച്ഛനും അമ്മയും അവന്റെ നേരെ അയക്കുകയാണ്. ആകെ പേടിച്ചു പോയ നമ്മുടെ ലിലിയനാണെങ്കിൽ അതിലൂടെയും ഇതിലൂടെയും എല്ലാം ഓടി അവസാനം ഈ മുത്തശ്ശിയുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ കമ്പും കഷ്ണം ഉണ്ടാവുമല്ലോ, അതെടുത്തുകൊണ്ട് ഒരു ബാത്റൂമിൽ പോയിട്ട് ഒളിക്കുകയാണ്. അതുപോലെ തന്നെ താഴെ ആ ഒരു ബേസ്മെന്റിലേക്ക് ആർച്ചർ വന്നിട്ടുണ്ട്. 17 കുട്ടികളും അവിടെയുണ്ട്. എന്നാൽ എല്ലാവരും ഒരു വല്ലാത്തൊരു അബോധാവസ്ഥയിലായിരുന്നു. കണ്ണ് തുറന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ വെച്ച് മകനെ കണ്ടുപിടിച്ച് അവനെ ഉണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ഇരുട്ടിൽ നിന്നും ഈ ഒരു ആർച്ചറിന് നേരെ ആ മന്ത്രവാദി, അതായത് ആ ഒരു മുത്തശ്ശി ചാടി വീഴുകയാണ്. അവന്റെ തലയിലെ ഒരു മുടിയെടുത്തു ആ വടിയിൽ കെട്ടി പെട്ടെന്ന് തന്നെ അവനെ വശീം ചെയ്യാണ്. അതിലൂടെ എന്ത് സംഭവിച്ചു, ഇപ്പൊ ഈ ആർച്ചറും ഈ ഒരു മുത്തശ്ശിയുടെ കൺട്രോളിലാണ്. പിന്നീട് മുകളിലേക്ക് വന്ന് ഈ ആർച്ചർ ഇപ്പോൾ ജസ്റ്റിനെ പിടിക്കുകയാണ്. അതായത് ജസ്റ്റിനെ ആർച്ചറിനെ ഉപയോഗിച്ച് കൊല്ലാൻ നോക്കുകയാണ് ഈ ഒരു മുത്തശ്ശി. ഇതേ നേരം തന്നെ നമ്മുടെ ചെറുക്കൻ ലിലിയൻ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അതായത് മുത്തശ്ശിയുടെ കയ്യിൽ എപ്പോഴും കാണുന്ന ആ ഒരു വടി ഉണ്ടല്ലോ, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ നന്നായിട്ട് ഈ മുത്തശ്ശി ചെയ്യുന്നത് നോക്കി 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 പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തേന്നല്ലേ, ഈ മുത്തശ്ശി എപ്പോഴും തലയിൽ വെക്കാറുള്ള ആ ഒരു വെപ്പുമുടി, അതിൽ നിന്നും ഒരു 2 മുടി കഷ്ണം ആ റൂമിൽ ആ ബാത്റൂമിൽ ഉണ്ടായിരുന്നു. അതെടുത്ത് ഈ വടിയിൽ ചുറ്റി അവന്റെ കയ്യിലൊരു മുറിവുണ്ടാക്കി ആ രക്തം അതിലാക്കി ആ വടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അതോടുകൂടിയിട്ട് മന്ത്രവാദിയായിട്ടുള്ള ആ മുത്തശ്ശിയുടെ ഒരു പവറും വർക്കാവാതായി. മാത്രമല്ല ഇതെല്ലാം കൂടെ തിരിച്ചടിക്കുകയാണ്. നമ്മുടെ ഇരുന്തലക്കാടൻ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ തിരിച്ചടിക്കണ ജാതി തന്നെ. പിന്നീട് അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ മുത്തശ്ശി വശ്യപ്പെടുത്തി വെച്ച ആ ഒരു പിള്ളേര് അവര് മുഴുവന് ഈ മുത്തശ്ശിക്കെതിരെയായിട്ട് തിരിയാണ്. ഇത് മനസ്സിലാക്കിയ മുത്തശ്ശി അപ്പൊ തന്നെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. എന്നാൽ പിള്ളേര് മുഴുവൻ വെറി പിടിച്ചതുപോലെ ജനലും വാതിലും തുറക്കാനും നിൽക്കുന്നില്ല, അടിച്ച് പൊളിച്ച് പുറത്തേക്ക് വരികയാണ്. ഈ മുത്തശ്ശിയെ ആ ഒരു ഗാർഡനിൽ വെച്ച് പീച്ച് ചീന്തിയെടുക്കുന്നുണ്ട്, 16 കഷ്ണാക്കുകയാണ്. വാവ്, വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ സീൻ. എന്തായാലും മന്ത്രവാദി ചത്തതോട് കൂടിയിട്ട് അതിന്റെ ആ ഒരു വശ്യത്തിലുണ്ടായിരുന്ന പിള്ളേര് മുഴുവൻ പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ ലിലിയന്റെ അമ്മയും പുറത്തേക്ക് വന്നു, അച്ഛനും പുറത്തേക്ക് വന്നു, നമ്മുടെ ആർച്ചറും പുറത്തേക്ക് വന്നു. പിന്നെ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ലിലിയനോട് എന്ത് പറഞ്ഞിട്ടാണ് അവനെ ഭീഷണിപ്പെടുത്തിയത്, നിന്റെ അച്ഛന്റെ അമ്മയെ ഇറച്ചി അവരെ കൊണ്ട് തന്നെ തീറ്റിക്കുന്നത്. അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചത്, ആ മുത്തശ്ശി മന്ത്രവാദി എന്താണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയുള്ള പണി അവൾക്ക് കൊടുത്തു. അതായത് ആ കുട്ടികളെ കൊണ്ട് അവളെ തന്നെ കടിച്ച് കീറിച്ചു. ഇതേ സമയത്ത് തന്നെ ബോധം തിരിച്ചു കിട്ടിയ ലിലിയന്റെ അച്ഛനും അമ്മയും അവനെ ചേർത്ത് പിടിക്കുകയാണ്. അതുപോലെ തന്നെ ആർച്ചർ അദ്ദേഹത്തിന്റെ മകന് തിരിച്ചു കിട്ടിയല്ലോ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. പോലീസുകാരും നാട്ടുകാരും കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ജസ്റ്റിന് മാത്രം ഒരു സന്തോഷമില്ല, കാരണം അവളുടെ കഴിഞ്ഞിട്ട് പോള് മരിച്ചുപോയില്ലേ, അവനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ. എന്തായാലും ഈ കാര്യങ്ങൾ പിന്നീടൊന്നും പത്രത്തിലോ ന്യൂസിലോ ഒന്നും റിപ്പോർട്ട് ചെയ്ത് വന്നില്ല. കാരണം ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് നാട്ടുകാർക്കും അറിയില്ല, പോലീസുകാർക്കും
ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ആ ഒരു സ്ത്രീയുടെ വോയിസ് ഓവറിൽ പറഞ്ഞതുപോലെ ഈ ഗ്രാമത്തിൽ ഈ ടൗണിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരുപാട് കൊടൂരമായ കാര്യങ്ങൾ നടന്നു. എന്നാൽ പുറം ലോകത്തെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതെങ്ങനെയാണ് പുറം ലോകത്തോട് പറയുക? ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ അവിടെ തീരുന്നത്. നല്ല സിനിമയല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.